ഇതിന്റെ റിവ്യൂയിലേക്ക് ഒന്ന് കടന്നാലോ? സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്രണ്ട് സൈഡിൽ തന്നെ ഇതിൻ്റെ ഒരു ബോക്സി ഡിസൈൻ തന്നെയാണ് ഈ ഒരു വണ്ടിക്ക് എടുത്ത് നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി എന്തിൽ നിന്ന് ഇൻസ്പയർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിയയുടെ ഏറ്റവും പുതിയതായിട്ടുള്ള EV9 ഇൻസ്പയർ ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഈ ഒരു വണ്ടിക്ക് നിങ്ങൾ കാണാൻ പറ്റുന്നത്. ഒരു ബോക്സി ഡിസൈനാണ് ഈ ഒരു വണ്ടിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ EV9 തന്നെയുള്ള പോലത്തെ കുറച്ച് ഫീച്ചേഴ്സ് ഇതിലും ഉണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. സോ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് സ്റ്റാർ മാപ്പിൻ്റെ LED DRLs നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ്, ലൈറ്റ്, അതുപോലെ ഹൈ ബീം, ലോ ബീം, ഫോഗ് ലാംപ്സിൻ്റെ ഓപ്ഷൻസാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു സിൽവർ കളർ ഫൈബറിൻ്റെ മെറ്റീരിയൽ കാണാം. ഇതൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സിൽ വരുന്നതാണ്. അതുപോലെ ഈ ഒരു ഭാഗത്ത് ക്രോം ഡിസൈനാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം മാറ്റ് ഫിനിഷാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ബ്ലാക്ക് മാറ്റ് ഫിനിഷാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു കിയയുടെ ഒരു എംബ്ലം കാണാൻ പറ്റും. അതുപോലെ ഇതൊക്കെ നോർമലി ഒരു വണ്ടിക്ക് ഉണ്ടാകുന്ന കുറച്ച് ഫീച്ചേഴ്സാണ്. ഈ ഒരു ഭാഗത്താണ് ഈ ഒരു ഭാഗത്തായിട്ടല്ലേ നമുക്ക് എല്ലാ വണ്ടിക്കും DRLസും ലൈറ്റൊക്കെ ആണ്. മറ്റ് ഈ ഒരു വണ്ടിക്ക് സ്പെഷ്യലി എടുത്തു നിർത്തുന്ന ഒരു സാധനമാണ് ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ലൈറ്റും DRLസൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതൊരു നല്ല ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. പക്ഷേ പെട്ടെന്ന് നമുക്ക് നോക്കുന്ന സമയത്ത് DRL ഒന്നും അവിടെ കാണാൻ പറ്റില്ല. സോ നമുക്ക് ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് പോകുമ്പോൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് അതൊരു 215/60 R16, അതായത് 16 ഇഞ്ചിൻ്റെ വീൽസാണ് വരുന്നത്, അലോയ് വീൽസാണ് വരുന്നത്. അതുപോലെ നമുക്കൊരു ടയർ കാണാം. ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്കിതാ ഒരു RVMs കൊടുത്തിട്ടുണ്ട്, അത് ഓട്ടോമാറ്റിക്കാണ്. അതുപോലെ സൈഡിൽ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ്സ്, അതായത് നമുക്ക് സൈഡ് ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ലൈറ്റ് ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫ്രണ്ടിൽ കണ്ട പോലത്തെ ഒരു ഫൈബറിൻ്റെ മെറ്റീരിയൽ കാണാം. ഒരു സിൽവർ കളർ ഫൈബറിൻ്റെ മെറ്റീരിയൽ ഈ ഒരു ഭാഗത്ത് കാണാം. അതുപോലെ ഈ ഒരു ഭാഗം മാറ്റ് ക്രോം ഡിസൈനിലാണ്, അത് ബ്ലാക്ക് മാറ്റ് ക്രോം ഡിസൈനിലാണ് ഈ ഒരു ഭാഗം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്കിതാ നേരെ ഡോറ് കാണുന്നില്ല, ഇത് വലിക്കാൻ ഈ ഒരു ഭാഗം ഇങ്ങനെ നിൽക്കുന്നതായിരിക്കില്ല, ഞങ്ങൾ വിചാരിക്കുക ഇങ്ങനെ വലിക്കുക സിമ്പിളായിരിക്കും. പക്ഷേ ഇപ്പം ഇങ്ങനെ വലിച്ചാലൊന്നും നടക്കത്തില്ല. നമുക്ക് ഈ ഒരു ഭാഗം പ്രസ് ചെയ്തിട്ട് ഇത് വലിക്കണം. ഇതാണ് ഈ കിയ സിറോസിലെ മെയിൻ ഫീച്ചർ. അടുത്തത് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വിൻഡോസ് ഒക്കെ കാണാം. വിൻഡോസ് ബാക്കിയുള്ള വണ്ടികളിൽ നിന്നൊക്കെ കാണുന്ന പോലെ ഈ ഒരു ഭാഗത്ത് സ്മോൾ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് ബിഗ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യൂവും അതുപോലെ നല്ല രസമായിരിക്കും, പുറത്തേക്ക് കാണാനും കുറച്ചുകൂടി ബിഗ് വിൻഡോ ആയിരിക്കും ഇതിലുണ്ടാവുക. സോ നമുക്കിനി നേരെ ഇതിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് പോവാം. ടാങ്കിൻ്റെ കാര്യം പറയാൻ പോകുന്നത്, ടാങ്ക് എന്ന് പറഞ്ഞാൽ 45 ലിറ്റേഴ്സിൻ്റെ ഒരു ഹ്യൂജ് ടാങ്ക് കപ്പാസിറ്റിയാണ് ഈ ഒരു വണ്ടിക്ക് കിയ പറയുന്നത്. അതുപോലെ ഒരു 16.65 തൊട്ട് 20.75 വരെയാണ് HRI ഇതിന് പ്രൂവ് ചെയ്തിരിക്കുന്ന മൈലേജും. അതുപോലെ നമുക്കിനി ബാക്ക് പ്രൊഫൈലിലേക്ക് വരാം. ബാക്ക് പ്രൊഫൈലിലേക്ക് പോകുമ്പോൾ നമുക്ക് സിറോസ് എന്നുള്ളൊരു എംബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കിയ എന്നുള്ള എംബ്ലം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. 7DCT എന്നുള്ളൊരു എംബ്ലം അവിടെയും കൊടുത്തിട്ടുണ്ട്. DCT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ എന്നാണ് DCTക്ക് പറയാം. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് സ്റ്റാർ മാപ്പിൻ്റെ LED ടെയിൽ ലൈറ്റ്സ് ആണ് വരുന്നത്. ബ്രേക്ക് ലൈറ്റ് ആണിത്. അതുപോലെ ഇവിടെയും ബ്രേക്ക് ലൈറ്റ് ഉണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് ലൈറ്റ്, അതുപോലെ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ വരുന്നത് നമുക്ക് കാണാം, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ റിവേഴ്സിൻ്റെയാണ് കേട്ടോ. സോ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള ബാക്കിലെ ഫീച്ചേഴ്സ്. നമുക്ക് ഇതിൻ്റെ ഒരു ട്രങ്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി
സോ നമുക്ക് ഇതിൻ്റെ ട്രങ്ക് സ്പേസ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ട്രങ്ക് സ്പേസ് ആണ് ഈ ഒരു കിയ നമുക്ക് ഈ ഒരു സിറോസിന് കൊടുത്തിരിക്കുന്നത്. ആ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 465 ലിറ്റേഴ്സിൻ്റെ ട്രങ്ക് സ്പേസ് ആണ് നമുക്ക് കിയ ഇതിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതാ ഈ ഒരു സെപ്പറേറ്റർ കാണാം. കുറച്ച് ചെറിയൊരു സെപ്പറേറ്ററാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിക്ക് 180 ഡിഗ്രി ഇത് ചരിയും കേട്ടോ. അതിനെക്കൊണ്ടാണ് ഈ ഒരു വണ്ടിക്ക് ഇത്രയും ചെറിയൊരു സെപ്പറേറ്റർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള ഡിഫറൻസ് നമുക്ക് കാണാം. ഇതൊരു 180 ഡിഗ്രിയും അത് നോർമലി ഇരിക്കാൻ പറ്റുന്നൊരു പൊസിഷനാണ്. 180 ഡിഗ്രി അല്ല, നമുക്കൊരു റിക്ലൈനർ സീറ്റ് പോലെ ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് റിക്ലൈനർ സീറ്റ് പോലത്തെ ഒരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിനെക്കൊണ്ടാണ് ഇത്രയും ചെറിയൊരു സെപ്പറേറ്റർ അതിന് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നോർമലി ഇരിക്കാം, അതിനെക്കൊണ്ടാണ് സെപ്പറേറ്റർ ചെറുതായിട്ട് തോന്നുന്നത്. ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ സെപ്പറേറ്റർ കുറച്ച് വലുതാണ്. സോ ഇത്രയൊക്കെയാണ് നമ്മളെ കിയയുടെ ട്രം സ്പേസിലുള്ളത്. സോ നമുക്കിതിനെ ക്ലോസ് ചെയ്യാം. സോ നമുക്ക് ഇതിൻ്റെ ഒരു എൻജിൻ സ്പെക്കിലേക്ക് വരാം. ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഇതൊരു പെട്രോൾ വണ്ടിയാണ്. കാരണം ഇതൊരു 3 സിലിണ്ടർ 1 ലിറ്റർ എൻജിൻ്റെ ഒരു വണ്ടിയാണ്. അതായത് 1000 cc എൻജിൻ്റെ ഒരു വണ്ടിയാണ്. അതുപോലെ നമുക്ക് ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ 1500 cc-യും അതുപോലെ 1.5 ലിറ്ററിൻ്റെ ഒരു എൻജിനും അതുപോലെ നമുക്ക് 4 സിലിണ്ടറിനാണ് ഡീസൽ വരിക. ഓക്കെ, നമുക്കിതിനെ ക്ലോസ് ചെയ്യാം. ഞാൻ എന്താണ് കിയയുടെ സിറോസ് മേടിക്കാൻ പറയുന്ന കാരണങ്ങൾ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതെ, ഈ കിയയുടെ സിറോസിൽ 8 കളർ വേരിയൻസ് അവൈലബിൾ ആണ്. അതായത് ഫോറസ്റ്റ് ബ്ലൂ, ഗ്ലേസിയർ വൈറ്റ് പേൾ, സ്പാർക്ലിംഗ് സിൽവർ, ഗ്രാവിറ്റി ഗ്രേ, ഇന്റൻസ് റെഡ്, ഇംപീരിയൽ ബ്ലൂ, പെഫ്റ്റർ ഒലീവ്, ഔറ ബ്ലാക്ക് പേൾ എന്നിവ കളറൊക്കെയാണ് നമ്മളെ കിയയുടെ സിറോസിന് നമ്മളെ കിയ ഓഫർ ചെയ്തിരിക്കുന്നത്. 8 കളറുകളാണ് നമ്മളെ കിയ ഇതിന് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇതിന് അഡാസ് ലെവൽ 2 വരുന്നുണ്ട്. അതുപോലെ തന്നെ അഡാസ് ലെവൽ 2 വിത്ത് 16 ഓട്ടോണമസ് ഫീച്ചേഴ്സ്, അതായത് ഫോർവേഡ് കൊളീഷൻ വാർണിംഗ് ആൻഡ് അവോയ്ഡൻസ് ഓഫ് അസിസ്റ്റൻസ്, സ്മാർട്ട് ക്രൂയിസ് കൺട്രോൾ SSC, അത് വിത്ത് സ്റ്റോപ്പ് ആൻഡ് ഗോ ഫീച്ചർ വരുന്നുണ്ട്. ലൈൻ കീപ്പ് അസിസ്റ്റ്, അതായത് LKA, അതുപോലെ പാർക്ക് കൊളൂഷൻ അവോയ്ഡൻസ് അസിസ്റ്റ് റിവേഴ്സ്, അതായത് PCA/R എന്നിവ ഫീച്ചേഴ്സാണ് അഡാസിൽ വരുന്നത്. അതുപോലെ ഡ്യുവൽ പെയിൻ പാനോറാമിക് സൺറൂഫ്, 2-row സീറ്റ് റിക്ലൈൻ വിത്ത് സീറ്റ് വെന്റിലേഷൻ സ്ലൈഡ് സീറ്റ് ഓൺലി, ഹാർമൻ കാർഡൻ പ്രീമിയം 8 സ്പീക്കർ സൗണ്ട് സിസ്റ്റം, ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹിൽ ഹോൾഡ്, 64 ആംബിയൻറ്റ് മൂഡ് ലൈറ്റ്നിങ്, 360 ഡിഗ്രി ക്യാമറ വിത്ത് ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ. സോ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇതിൻ്റെ ഇന്റീരിയറിലേക്ക് കിടക്കാം. ബാ. സിറോസിൽ നമ്മൾ കയറിയിട്ട് തന്നെ നമുക്ക് ഫസ്റ്റ് പറയാനുള്ള ഡോറിൻ്റെ സൈഡാണ്. ഡോറിൻ്റെ സൈഡ് നിന്ന് ഡൗണ് ഓട്ടോണ്, മഴ അപ്പ് ഓട്ടോമാറ്റിക് ആണ്. ഡൗൺ ആൻഡ് അപ്പ് കിയ സിറോസിൽ ഓട്ടോമാറ്റിക് തന്നെയാണ് വരുന്നത്. അതുപോലെ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഫ്രണ്ട് ആൻഡ് ബാക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് കേട്ടോ സിറോസിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഡോർ ഹാൻഡിലിൻ്റെ മുകളിൽ വരുന്ന സമയത്ത് അൺലോക്കിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ലെഫ്റ്റ് റൈറ്റ് മിറർ കൺട്രോൾ ചെയ്യാനുള്ള സാധനം. അതുപോലെ മിറർ അൺലോക്ക് ഉണ്ട്. ഗ്ലാസിന് മുകളിൽ കാണിച്ചെടുത്താൽ മിറർ അടയാ ഓപ്പൺ ആവുക, ആ ഒരു ഫീച്ചർ ഇതിനുണ്ട്. അതുപോലെ നമുക്കിത് റൈറ്റ് സൈഡ് മിറർ കൊടുക്കാം. അതുപോലെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ വിൻഡോ ഗ്ലാസ് ലോക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എക്സെപ്റ്റ് ഡ്രൈവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ബാക്കി കോ പാസഞ്ചർക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു 12.3 ഇഞ്ചിൻ്റെ മെഗാ സൈസ് ഒരു ഡിസ്പ്ലേ ആണ് കിയ സിറോസിന് കിയ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്ത് നമ്മൾ സെർച്ച് ഉണ്ട്. അതുപോലെ സെർച്ച് ചെയ്താൽ നമുക്ക് എന്താണ് സെർച്ച് ചെയ്യേണ്ടത്, എന്താ പറയുക, ഇപ്പോൾ ഒരു സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ അടിക്കുകയാണ്. സോ നമ്മൾ കിയ സിറോസിന് ഹാർമൻ കാർഡൻ്റെ 8 സ്പീക്കേഴ്സ് ആണ് വരുന്നത്. അതിനെ കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു സൗണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഒരു ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ
ക്രൂയിസ് കൺട്രോളിൻ്റെ ഓപ്ഷനും ബാക്കിയുള്ള വണ്ടികൾക്കൊക്കെ റൈറ്റ് സൈഡിലാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ ക്രൂയിസ് കൺട്രോളിൻ്റെ ഓപ്ഷനും അഡാസിൻ്റെ ഓപ്ഷൻസ് ഒക്കെയാണ് വരുന്നത്. അഡാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലെവൽ 2 അഡാസ് ആണ് വരുന്നത്, അതിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് സൗണ്ട് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഞാനിത് മോഡ്, അതുപോലെ മോഡ് നോക്കുക, ബ്ലൂടൂത്ത്, FM, സോ ഓക്കെ. നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ അവൈലബിൾ ആണ്. അതുപോലെ ഫേവറേറ്റ്സ്, കോൾ പിക്ക് ചെയ്യുക, അതുപോലെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ആണ്. സ്റ്റിയറിംഗിന്റെ ഇൻ കൺട്രോൾ വരുന്നത്, അതുപോലെ ഹോണ്. അതുപോലെ നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ നമുക്ക് 220 ആണ് ഇതിന്റെ മാക്സ് സ്പീഡ് ക്ലസ്റ്ററിൽ കാണിക്കുന്നത്. പക്ഷേ അതിൽ കൂടെ പോവായിരിക്കും. സോ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് RPM കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമുക്ക് ഡിമാൻഡ് ഡിപ്പിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവ് മോഡ്, അതുപോലെ ട്രാക്ഷൻ മോഡ് കൊടുത്തിട്ടുണ്ട്. സ്നോ, മഡ്, സാൻഡ്, ഇത്തരം മോഡാണ് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സ്നോ, മഡ്, സ്റ്റാൻഡിലിടാണ്. സോ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇൻഡിക്കേറ്റർ ഇടാൻ പറ്റും. പക്ഷെ അത് ക്രെറ്റാനെ പോലെ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ അത് കാണിക്കത്തൊന്നുമില്ല. അതിന് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ആൻഡ്രോയിഡ് ഓട്ടോ ആണ് ഞാനിപ്പോൾ പ്ലേ ചെയ്തിരിക്കുന്നത്. ഇവിടെ വോളിയത്തിന്റെ സ്വിച്ച് ഉണ്ട്. അത് നമുക്ക് കൺട്രോൾസിന്റെ സൗണ്ടാണ്, കൺട്രോൾസ് ആണ് വരുന്നത്. അതുപോലെ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. സെറ്റപ്പ്, അതുപോലെ സ്റ്റാർ, സെറ്റപ്പ് തന്നെ ഇഷ്ടം പോലെ വെഹിക്കിള്, സൗണ്ട്, ഫോൺ കണക്ഷൻ, യൂസർ പ്രൊഫൈല്, വോയിസ് റെക്കഗ്നിഷൻ, ലേഔട്ട്, ഡിസ്പ്ലേ ബട്ടൺസ്, ക്ലസ്റ്റർ, കണക്ട് ജനറൽ. നമ്മൾ ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ക്ലസ്റ്ററിൽ ഇപ്പോൾ പറ്റത്തൊന്നുമില്ല. നമുക്ക് കിയ കണക്ട് ഉണ്ട്, ജനറലിനൊന്നുമില്ല. അതുപോലെ നമുക്ക് ലേഔട്ട് സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ ആയിട്ടാണ് ഇരുന്നത്. അതിന് വലിയ ലുക്കൊന്നുമില്ല. അപ്പം ഞാൻ സർക്കിളിൽ തന്നെ ഇട്ടു. സ്റ്റൈൽ സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മോനെ ഷിയാളിയ, സീന്. നമുക്ക് ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. സീല് റെഡ് കളറാണ് വരിക. അതുപോലെ നമുക്ക് ഡ്രൈവ് എക്കോയിലിട്ടാൽ റെഡ് തന്നെയാണ് വരിക. സ്റ്റൈൽ B, സ്റ്റൈൽ C, അതുപോലെ ലിങ്ക് ടു ഡ്രൈവ് മോഡ്, ആ ഒരു സാധനം. സ്ക്രീൻ സേവർ ഉണ്ട്. അതുപോലെ സ്പ്ലിറ്റ് സ്ക്രീൻ ഉണ്ട്. സ്പ്ലിറ്റ് സ്ക്രീൻ, മാപ്പ്, വെതർ, അതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. നമുക്ക് സ്പോർട്സ്, അതുപോലുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. നമുക്കത് അതിന് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നാവിഗേഷനിൽ ഞാനിപ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യുന്നത് ഞാൻ നാവിഗേഷനിൽ പോകണില്ല. സൗണ്ട് ഉണ്ട്, ഈക്വലൈസർ ചെയ്യാനുള്ള സാധനം ഉണ്ട്. നമുക്ക് ഡിസ്പ്ലേ, ക്ലസ്റ്ററിൽ നമുക്ക് ഇത് ഞാൻ പോയി. നമുക്കിത് മാപ്പ്, ഹോം പേജ്, ഇത്രയും സാധനമാണ് ഇതിനകത്തുള്ളത്. അതുപോലെ ടെമ്പറേച്ചർ നമുക്ക് അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട്. ഇത് അപ്പ് ചെയ്തു, ഡൗൺ ചെയ്യില്ല. മോഡ് മാറ്റി. ഇവിടെ വയർലെസ് ചാർജറിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ C2 എന്താണെങ്കിലും നിങ്ങളത് നമുക്ക് 180 വാട്ട്സിൻ്റെ ഒരു പവർ ബാങ്ക് കുത്താനുള്ള സാധനം ഉണ്ട്. അതുപോലെ 12 വാട്ട്സ് ആണ്. ഓക്കെ, നമുക്ക് തന്നെ ലോക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ C-ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ചാർജർ കൊടുത്തിട്ടുണ്ട്. ശരി, ഓക്കെ. ഇനി ഈ ഒരു ഭാഗത്തേക്ക് ഇരുന്ന സമയത്ത് ഇതൊരു DCT ആണ് കൊണ്ടുതന്നെ DCTൻ്റെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. മീൻസ് ഗിയർ ബോക്സ് 50 ആണുള്ള സാധനം. ഇവിടെ വയർലെസ് ചാർജർ, അതുപോലെ നമുക്ക് ടേൺ ഓഫ് എൻജിൻ ഓൺ ഒരു ഓപ്ഷനുണ്ട്. അതുപോലെ ഇലക്ട്രിക്കൽ പാർക്കിംഗ്, 360 ഡിഗ്രി ക്യാമറ, 360 ഡിഗ്രി ക്യാമറയാണ്. കണ്ടോ, ഇതാണ് സാധനം. ഓക്കെ, സെറ്റിങ്സ് ഒന്നും ചെയ്യാനില്ല. അപ്പോഴേക്കും അവൻ പോയി. അവന് ഭയങ്കര സാധനം നോക്കും. ഇതാണ് 360 ഡിഗ്രി ക്യാമറ. നമുക്ക് ഫ്രണ്ട് കാണാം, ബാക്ക് കാണാം, റിവേഴ്സ് കാണാം. നമ്മളിപ്പോൾ ഓടിക്കുന്ന സ്റ്റൈൽ തന്നെ ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, നമ്മൾ ലൈറ്റായിട്ടൊന്ന് ഓടിക്കുമ്പോൾ തന്നെ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇത്ര സാധനമാണ് 360 ഡിഗ്രിയിൽ ക്യാമറയിൽ വരിക. അതുപോലെ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് നമുക്കിതിപ്പോൾ 2 ബോട്ടിലല്ല, അതിൽ കൂടുതൽ ബോട്ടിലുണ്ട് വെച്ചാൽ ഒന്നുമില്ല. ഹിഡൻ ഫീച്ചർ പുഷ്. നമുക്കിതാ 2 ബോട്ടിൽ വെക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി പോകാൻ വിചാരിച്ചാണെങ്കിൽ എൻ്റെ മോനെ എവിടുന്ന് വന്നു. യെസ്, ഇത്രയും സാധനമാണ് വരുന്നത്. അതുപോലെ ലോക്ക് അൺലോക്ക്, അതുപോലെ കീ പുറത്തെടുക്കാനുള്ള ഓപ്ഷന്, അത്രയാണ് കീയിലും വരുന്നത്. കീ ഇവിടെ വെക്കാം. ഇനി സീറ്റ് ബെൽറ്റിൻ്റെ ഓപ്ഷൻ, അതുപോലെ സീറ്റ് വെന്റിലേഷൻ, ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്കിതാ ഒരു സ്പേസ് വരുന്നുണ്ട്. വലിയ സ്പേസ് ഒന്നുമില്ല. മീൻസ് നമുക്കൊരു നോർമൽ ബുക്കും സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയൊരു സാധനം. സൺറൂഫിൻ്റെ ഓപ്ഷൻ ഇതാണുള്ളത്. സൺറൂഫ് തുറക്കുകയാണ്. എന്നിട്ട് അള്ളിയോ
മാസീവ് സൺറൂഫാണ് വരുന്നത്. ഇത് മാത്രമേ തുറക്കുള്ളൂ, അത് മൂൺ റൂഫാണ്, അത് തുറക്കില്ല, സ്വാഭാവികമാണ്. സോ നമുക്ക് അത് തുറക്കില്ല, കാരണം മഴ ഉണ്ട്. സോ മഴ ഉള്ളതിനെ കൊണ്ട് ഞാൻ അത് തുറക്കുന്നില്ല. നമുക്ക് നേരെ തന്നെ ക്ലോസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ബാക്കിലെത്തി. ബാക്കിലെ ഫീച്ചേഴ്സ് ഒക്കെ പറയുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്, ഒരു ഫോണൊക്കെ ഇടാൻ പറ്റിയ. ഇവിടെയും 2 സി ടൈപ്പ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അത് തന്നെയാണ്. നമുക്ക് ഇവിടെ ഇത് ക്ലോസ് ചെയ്യാനുള്ള ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു നമുക്ക് റിക്ലൈനബിൾ സീറ്റാണ്. ഇത് നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്ത് പോവാം. നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ആവണമെന്നില്ല, കാരണം എന്താണെന്ന് അറിയില്ല. ഓക്കെ സ്വാഭാവികം. നമുക്ക് ഇത്രയും ഫീച്ചേഴ്സാണ് ബാക്കിൽ വരുന്നത്. അതുപോലെ ഇവിടെ സീറ്റ് വെന്റിലേഷൻ ഉണ്ട്, പവർ അപ്പ് ആൻഡ് ഡൗൺ വിൻഡോ, പവർ വിൻഡോ. അതുപോലെ ഈ ഒരു സാധനം സ്മാർട്ട് പ്യൂരിഫയർ, എയർ പ്യൂരിഫയർ ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. ഇത്രയും ഫീച്ചേഴ്സാണ് നമ്മളെ ഈ ഒരു സിറോസിന് ഉള്ളത്. ഇത്രയൊക്കെ പോരാ എനിക്ക് ഈ വണ്ടി എടുക്കാൻ വേണ്ടി. നിങ്ങളൊന്ന് എനിക്ക് വേണമെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് DM ചെയ്താൽ ഞാനൊന്ന് കിയയ്ക്ക് മെയിൽ അയച്ചു കേട്ടൊക്കെ, അഥവാ കിട്ടിയാലോ. സോ ഇത്രയും ഫീച്ചേഴ്സാണ് നമ്മളെ കിയയുടെ സിറോസിൽ നമുക്കിപ്പോ വരുന്നത്. സോ ഇന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി വണ്ടി പ്രൊവൈഡ് ചെയ്തത് VST സെൻട്രൽ കീയാണ്. പാലസ് ക്രോസ് റോഡിലുള്ള VST സെൻട്രൽ കീയാണ്. ഇതിന്റെ ഫുൾ ലൊക്കേഷൻ ഞാൻ താഴെ കൊടുക്കുക. ഇത് ചക്രവർത്തിയിലെ മിലിറ്ററി കോമ്പൗണ്ട് ജയമഹൽ ലാണ് ഈ ഒരു VST കിയ ഉള്ളത്. ഇതിന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസും കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. കിയ സിറോസിനോടൊപ്പം വൈഭവാർനിധി അല്ലെങ്കിൽ ടർബോ കിഡ് ഇന്ന് സൈൻ ഔട്ട് ചെയ്യാണ്. മറ്റൊരു വീഡിയോയുമായി പുതിയ വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ വൈഭവ് സൈനിങ് ഔട്ട്.